ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 13/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഈയൊരു ചർച്ച കേൾക്കുന്ന നിങ്ങളെയും ഞങ്ങൾ ഈ ആഴത്തിലുള്ള ജ്ഞാനചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതെ, തീർച്ചയായും. ഈ സംഭാഷണത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെ കേൾക്കുക. ശരിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സ്വരാജ്യത്തിനായുള്ള ആത്മീയ ഇഞ്ചക്ഷൻ എന്ന വിഷയമാണ്. അതായത് വെറും ഭൗതികമായ അറിവുകൾക്കപ്പുറം ബാബ നമുക്ക് നൽകുന്ന ഈ ആത്മീയ ജ്ഞാനം എന്തിനാണ് എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് അസുഖം വരുമ്പോൾ നാം ഡോക്ടറെ കാണുന്നോ, മരുന്ന് കഴിക്കുന്നോ. എന്നാൽ ഈ ആത്മാവിന് നൽകുന്ന ഇഞ്ചക്ഷൻ എന്താണ്? അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാബ പറയുന്നത് ഈ ഇഞ്ചക്ഷൻ എന്നത് മന്മനാഭവ എന്നാണ്. മന്മനാഭവ എന്നുവെച്ചാൽ? അതായത് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ഈയൊരു ഇഞ്ചക്ഷൻ ഈ ആത്മീയ അച്ഛൻ, അതായത് ശിവബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ എന്ന് ബാബ കൃത്യമായി പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇത് വേറെ ആർക്കും നൽകാൻ കഴിയില്ല അല്ലേ? അതെ അതെ. നമ്മൾ ഈ ചർച്ചയിലുടനീളം പറയുന്ന കാര്യങ്ങളെല്ലാം ബാബയുടെ വചനങ്ങളാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നു എന്ന് നാം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. അത് ശരിയാ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ആരാണത് സ്വീകരിക്കുന്നതെന്ന് നാം അറിയേണ്ടതുണ്ടല്ലേ? തീർച്ചയായും. ഇവിടെ ആത്മാവാണത് സ്വീകരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ള വാക്കുണ്ടല്ലോ, ഓം ശാന്തി. അതെ, നമ്മൾ വെറുതെ കാണുമ്പോൾ പറയുന്ന ഒരു ഗ്രീറ്റിംഗ് പോലെ. പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ബാബ പറയുന്നുണ്ട്. ആത്മാവ് തന്റെ പരിചയം നൽകുകയാണ് അവിടെ. അതായത് എന്റെ സ്വരൂപം ശാന്തമാണ് എന്ന്. ഓ, ഞാൻ ശരിക്കും ഒരു ശാന്തസ്വരൂപിയായ ആത്മാവാണെന്ന് നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കുകയാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. അതുപോലെ നമ്മുടെ യഥാർത്ഥ വീട് എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, മറിച്ച് ശാന്തിധാമം അഥവാ പരമധാമമാണെന്നും ബാബ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദേഹാഭിമാനമൊക്കെ ഉപേക്ഷിച്ച് ദേഹീ അഭിമാനിയായി മാറണം. അതെ അതെ. ഈ ദേഹാഭിമാനം കാരണമാണ് നമ്മൾക്കെല്ലാ പ്രശ്നങ്ങളും വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ബാബ ഇതൊന്നും വലിയ സംസ്കൃത ശ്ലോകങ്ങളിലല്ല പറയുന്നത്. വളരെ ലളിതമായ ഹിന്ദിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ശരിക്കും നമ്മൾ സാധാരണ ആത്മീയ കാര്യങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ വലിയ അക്ഷരങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുക. അത് വേണ്ട. കാരണം സത്യയുഗത്തിൽ ഒരേ ഒരു ഭാഷയും ഒരേ ഒരു ധർമ്മവും മാത്രമായിരുന്നു എന്ന് ബാബ പറയുന്നു. കൺഫ്യൂഷനുകൾ ഒന്നുമില്ലാത്തൊരു കാലം. അത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതാണ്. ഓഹോ, അതെങ്ങനെയാണ്? അതായത് ഫോൺ ഹാങ് ആകുമ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പഴയപടിയാക്കില്ലേ? അപ്പോൾ നമ്മുടെ ആത്മാവിനെ അതിന്റെ യഥാർത്ഥ ഓം ശാന്തി സെറ്റിംഗ്സിലേക്ക് റീസെറ്റ് ചെയ്യാനാണ് ബാബ പറയുന്നത്, അല്ലേ? വളരെ കൃത്യമായ ഉപമയാണ് കേട്ടോ അത്. ഈ അനേകം ഭാഷകളും മഠങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ലോകത്ത് ഇത്രയും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതെന്ന് ബാബ പറയുന്നുണ്ട്. എക്സ്ട്രാ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഹാങ് ആയ അവസ്ഥ. അതെ അതെ. സത്യയുഗത്തിലെ ആ സുവർണകാലത്ത് ഇത്തരം സങ്കീർണതകളൊന്നുമില്ലായിരുന്നു. ഈ ഒരു ഡ്രാമ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. ഇനി നമുക്ക് തിരികെ പോകാനുള്ള സമയമായി എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ആത്മാവ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ കാലചക്രത്തെക്കുറിച്ചാണ്, അല്ലേ? അതാണോ ഈ സ്വദർശന ചക്രമെന്ന് പറയുന്നത്? ശരിയാണ്. സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ് യഥാർത്ഥ സ്വദർശന ചക്രം എന്ന് ബാബ പറയുന്നു. അതായത് ഈ ലോകം എങ്ങനെ തുടങ്ങി, എവിടെ അവസാനിക്കുന്നു എന്നൊക്കെ. പുതിയതിൽ നിന്ന് പഴയതിലേക്കും പഴയതിൽ നിന്ന് പുതിയതിലേക്കും ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു രഹസ്യമാണ്. അപ്പോൾ നിൽക്കൂ, എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണിക്കുന്നത് വിരലിൽ കറങ്ങുന്ന ആയുധമായ സുദർശന ചക്രമാണല്ലോ. ഇതൊരു തെറ്റായ പ്രതീകാത്മകതയാണോ? ഇത് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരറിവാണല്ലോ. അതെ, ബാബ നൽകുന്ന വലിയൊരു തിരിച്ചറിവാണത്. മനുഷ്യർ വിചാരിക്കുന്നത് പോലെ കഴുത്തറക്കുന്നൊരായുധമല്ല സുദർശന ചക്രം. അത് ഉള്ളിലെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന അറിവാണ്. ശരിക്കും നമ്മൾ എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടല്ലേ? ബാബ പറയുന്നു, കൃഷ്ണനും വിഷ്ണുവിനും പോലും ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്ന്. വെയിറ്റ്, അപ്പോ ദേവതകൾക്ക് പോലും ഇതറിയില്ലായിരുന്നോ? ഇല്ല, കാരണം മനുഷ്യരെ ഭഗവാനെന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് ബാബ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവാൻ എപ്പോഴും പാവനനാണ്.
അദ്ദേഹം പുനർജന്മങ്ങൾ എടുക്കുന്നില്ല. ആ, അപ്പൊ പുനർജന്മങ്ങൾ എടുക്കുന്നത് നമ്മളാണല്ലേ? അതെ അതെ, കുട്ടികള്, അതായത് ദേവതകൾ ഉൾപ്പെടെയുള്ളവർ പുനർജന്മങ്ങൾ എടുത്ത് അവസാനം പതിതരായി മാറുന്നു എന്ന് ബാബ പറയുന്നു. ഈ ആത്മീയജ്ഞാനം ശിവബാബയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അത് വലിയൊരു പോയിന്റാണ്. അപ്പോൾ കാലചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും നിങ്ങൾക്ക് വന്നേക്കാം. തീർച്ചയായും. അതിന് ബാബ മുക്തിയെക്കുറിച്ചും ജീവൻ മുക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. ശാന്തിധാമമാണ് മുക്തി, സുഖധാമമാണ് ജീവൻ മുക്തി. അപ്പോൾ സത്യയുഗത്തിൽ ഭാരതത്തിൽ ജീവൻ മുക്തി ഉണ്ടായിരുന്നു അല്ലേ? അതെ, ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു എന്ന് ബാബ പറയുന്നു. ഹെവനായിരുന്നു അത്. അത് കേൾക്കുമ്പോൾ എന്താ പറയാ, വല്ലാത്തൊരു ഫീലാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ എന്ത് കഷ്ടമാണ്. ശരിയാണ്. എന്നാൽ ഇപ്പോൾ അത് തമോപ്രധാനവും നരകതുല്യവുമായി മാറി എന്നാണ് ബാബ പറയുന്നത്. ഈ ഡൽഹി വീണ്ടും സ്വർഗമായി മാറേണ്ടതുണ്ട്. ലക്ഷ്മി നാരായണന്റെ രാജ്യം, ക്ഷേത്രങ്ങൾ പണിയുന്ന വലിയ ബിർളക്കാർക്ക് പോലും ലക്ഷ്മി നാരായണന് രാജ്യം എങ്ങനെ ലഭിച്ചു എന്നറിയില്ല എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. അതെ അതെ, അതൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ നാം നിൽക്കുന്ന ഈ സംഗമയുഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ പഴയ ലോകത്തെ പുതിയതാക്കാൻ ബാബ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ സമയത്താണ് മാറ്റങ്ങൾ നടക്കുന്നത്. ബാബ എങ്ങനെയാണ് വരുന്നത് എന്ന് വിശദീകരിക്കാമോ? പ്രജാപിതാ ബ്രഹ്മാവിലൂടെയാണ് ശിവബാബ നമ്മളെ ദത്തെടുക്കുന്നത്. അതായത് അനേക ജന്മങ്ങളുടെ അവസാന ജന്മത്തിൽ ബ്രഹ്മാവിൽ ശിവൻ പ്രവേശിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നത് വീട് വിട്ടുകാട്ടിൽ പോകാനല്ല, അല്ലേ? ഒരിക്കലുമല്ല. ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള പഞ്ചവികാരങ്ങളുടെ സന്യാസമാണ് ബാബ ആവശ്യപ്പെടുന്നത്. ഇതൊരു പഴയ വീട് പൊളിച്ചു പണിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നാം പുറത്തേക്ക് പോകാതെ തന്നെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ അതിനൊരു കൊട്ടാരമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങളാണ് ബാബ നൽകുന്നത്, അല്ലേ? വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങൾ. ആ പഴയ വീട് പൊളിക്കാതെ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് പവിത്രമാകണം. വികാരികളെയാണ് പതിതരെന്ന് പറയുന്നത്. അപ്പോ ആ വികാരങ്ങൾ ഉപേക്ഷിക്കണം. അതെ, കാളകൂട വിഷമായ വികാരങ്ങളെ ഉപേക്ഷിച്ച് പവിത്രമാകാനാണ് ബാബ ആഹ്വാനം ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ആ പുതിയ ലോകത്തേക്ക് പോകാൻ കഴിയൂ. പക്ഷേ ഈ പുതിയ ലോകത്തിലേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നത് പഴയ ലോകത്തിലെ ചില അന്ധവിശ്വാസങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ബാബ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കൃഷ്ണനെ എന്തുകൊണ്ടാണ് ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുന്നത് എന്ന് ബാബ ചോദിക്കുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കൃഷ്ണന് ശരിക്കും കറുത്ത നിറമായിരുന്നു എന്നാണല്ലേ? അതെ, പക്ഷേ ബാബ പറയുന്നു, കാമചിതയിലിരുന്ന് ആത്മാവ് കറുത്തതായി മാറിയതുകൊണ്ടാണ് കൃഷ്ണനും ജഗദംബയ്ക്കും കറുത്ത നിറം നൽകിയത് എന്ന്. ഇത് ആത്മീയമായ പതനത്തെയാണ് കാണിക്കുന്നത്. കവിതകളെയും പ്രതീകങ്ങളെയും നമ്മൾ അക്ഷരാർത്ഥത്തിലെടുത്തതാണ് ഭക്തിമാർഗത്തിലെ പ്രധാന പ്രശ്നമെന്ന് തോന്നുന്നു. അതെ അതെ. വേറൊരു കാര്യം നോക്കൂ, ശിവൻ കാളപ്പുറത്ത്, അതായത് നന്ദിയുടെ പുറത്ത് സഞ്ചരിക്കുന്നതും അതുപോലെ മുഹമ്മദ് നബിയുടെ കുതിരയെ അലങ്കരിക്കുന്നതുമൊക്കെ അന്ധവിശ്വാസമാണെന്ന് ബാബ പറയുന്നു. ശരിയാണല്ലോ. നിരാകാരനായൊരു ശക്തിക്ക് എങ്ങനെയാണ് രൂപമുള്ള ഒരു മൃഗത്തിന്റെ പുറത്തിരിക്കാൻ കഴിയുക? അതാണ് ബാബ ചോദിക്കുന്നത്. കാലുകളില്ലാത്ത നിരാകാരനായ ശിവന് എങ്ങനെയാണ് കാളപ്പുറത്തിരിക്കാൻ സാധിക്കുക എന്ന്. നമ്മൾ ലോജിക്കലി ചിന്തിക്കാതെ എല്ലാം വെറുതെ വിശ്വസിച്ചു. ശരിക്കും സുന്ദരത കാണണമെങ്കിൽ സ്വർണത്തിന്റെ ദ്വാരകയായ അജ്മീറിൽ കാണൂ എന്ന് ബാബ പറയുന്നുണ്ട്. അവിടെ വജ്രത്തിന്റെയും സ്വർണത്തിന്റെയും കൊട്ടാരങ്ങളുണ്ടായിരുന്നു. അപ്പോ ആ സ്വർണ്ണ കൊട്ടാരങ്ങളിലേക്കാണ് നമുക്ക് വീണ്ടും പോകേണ്ടത്. അതെ, ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മാറി ജ്ഞാനാമൃതം കുടിച്ച് തമോപ്രധാനമായ അവസ്ഥയിൽ നിന്ന് സതോപ്രധാനമായ സ്വർണ്ണ സമാനമായ അവസ്ഥയിലേക്ക് മാറാനുള്ള യുക്തിയാണ് ബാബ നമുക്ക് തരുന്നത്. ഈ ആഴത്തിലുള്ള അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിലേക്കാണ് നാം വരുന്നത്. നമ്മൾ ഇന്നത്തെ പ്രധാന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം, അല്ലേ? തീർച്ചയായും. അതൊന്ന് സമ്മറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി മന്മനാഭവ എന്ന ആത്മീയ ഇഞ്ചക്ഷൻ. രണ്ടാമതായി യഥാർത്ഥ സ്വദർശന ചക്രമെന്നാൽ സൃഷ്ടിയുടെ കാലചക്രത്തെക്കുറിച്ചുള്ള അറിവാണെന്ന തിരിച്ചറിവ്. അതെ. പിന്നെ മൂന്നാമതായി സംഗമയുഗത്തിലെ നമ്മുടെ പ്രാധാന്യം. പിന്നെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട സ്വർഗരാജ്യം. അവസാനമായി ഭക്തിയിലെ പ്രതീകാത്മകതകളെക്കുറിച്ചുള്ള തിരിച്ചറിവും പഞ്ചവികാരങ്ങളുടെ സന്യാസവും. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായും നമ്മൾ കണ്ടത്. വളരെ കൃത്യം. ഇനി ഈ മുരളിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ധാരണ, വരദാനം, സ്ലോഗൻ, സൂചന എന്നിവയൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. ഇന്നത്തെ ഹെഡിംഗ് തന്നെ
ആത്മാവിനെ പാവനമാക്കാനുള്ള ഇഞ്ചക്ഷൻ എന്നാണ്. ആ ഇഞ്ചക്ഷൻ തന്നെ. അതെ. ഇനി ധാരണയ്ക്കുള്ള മുഖ്യസാരമായി ബാബ പറയുന്നത് ബാബ നൽകുന്ന ജ്ഞാനാമൃതം കുടിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുക എന്നതാണ്. പിന്നെ പൂജാരിയിൽ നിന്നും പൂജ്യരാകാൻ വികാരങ്ങളെ ത്യാഗം ചെയ്യുക. ബാബയുടെ ആജ്ഞകൾ അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരാവുക. അപ്പോ വികാരങ്ങളെ ത്യാഗം ചെയ്തേ മതിയാവൂ. ഇനി ഇന്നത്തെ വരദാനം എന്താണ്? ഇന്നത്തെ വരദാനം ഇതാണ്: അനുഭവത്തിന്റെ വിൽപ്പവറിലൂടെ മായയുടെ പവറിനെ നേരിടുന്ന അനുഭവിമൂർത്തിയായി ഭവിക്കട്ടെ. അനുഭവത്തിന്റെ പവർ എന്ന് പറയുമ്പോൾ? അതായത് അനുഭവമാണ് ഏറ്റവും വലിയ ശക്തിയെന്നും ആ അനുഭവമുണ്ടെങ്കിൽ അത് മായയുടെ ഏത് രൂപത്തെയും നേരിടാൻ നമ്മളെ സഹായിക്കുമെന്നുമാണ് ബാബ വിശദീകരിക്കുന്നത്. അത് വളരെ പവർഫുള്ളാണ്. സ്ലോഗൻ എന്താണ് പറയുന്നത്? സ്ലോഗൻ ഇതാണ്: പരസ്പരം നോക്കുന്നതിനു പകരം സ്വയത്തെ നോക്കൂ, പരിവർത്തനപ്പെടുത്തൂ. നമ്മളെപ്പോഴും മറ്റുള്ളവരെയാണല്ലോ നോക്കുന്നത്. അതെ, അത് മാറ്റണം. പിന്നെ അവ്യക്ത സൂചന കൂടി പറയാം. സദാ അചഞ്ചല സുദൃഢ ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യൂ എന്നാണ് ബാബ നൽകുന്ന സൂചന. പുറത്തെ പ്രശ്നങ്ങളിൽ പെടാതെ അചഞ്ചലമായിരിക്കുക. എന്തായാലും വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അതെ അതെ. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതചക്രം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വന്തം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ഇന്ന് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പഴയ ശീലം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും എല്ലാവരും ചിന്തിക്കേണ്ട ഒന്നാണത്. അതെ. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓം ശാന്തി. ഓം ശാന്തി.